ഹലോ ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഉലർത്തുന്ന വിധമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് ഒരു നമ്മുടെ കൈപ്പിടിക്ക് ഒരു 5 പിടി ഉണക്കച്ചെമ്മീൻ നമ്മൾ എടുക്കുക. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് എന്ന് പറയുമ്പോൾ തേങ്ങ നമ്മൾ കൊത്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു തൊലി ഉണ്ടല്ലോ, അത് ചെത്തി കളഞ്ഞിട്ട് പീസാക്കിയിട്ട് ഉള്ളതാണ് തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു മീൻകലം എടുക്കുക. മീൻകലത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇടുക. അതിലേക്ക് നമ്മൾ അതുപോലെ തന്നെ വൃത്തിയാക്കി കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കുക. പിന്നീട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് ചെറുതീയിൽ നമുക്ക് അത് പറ്റിച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് അനുഭവപ്പെടും. അത് നല്ലൊരു സാധാരണ നമ്മൾ പച്ചച്ചെമ്മീൻ വെക്കുന്ന അതേ ഒരു മണവും ഗുണവും ടേസ്റ്റും എല്ലാം ഈ ഉണക്കച്ചെമ്മീനും ഇങ്ങനെ തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ച് തീ കുറച്ച് നമുക്ക് വേവിക്കാം. നമ്മളിടയ്ക്ക് അത് മൂടിക തുറന്ന് നോക്കി തേങ്ങാക്കൊത്തുനിന്ന് ചെറുതായിട്ട് എടുത്ത് കടിച്ച് നോക്കുക. അപ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നീട് നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ച്, പാനോ ചീനച്ചട്ടിയോ അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ വഴറ്റുക. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഈ ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉലർത്തി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഉലർത്തുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഇട്ടുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ, വളരെയധികം ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വളരെ നല്ലൊരു കറിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ എനർജി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കാണാം.